ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം. അതിനുവേണ്ടി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉള്ളി വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം കടുക്, വറ്റൽമുളക്, ഉലുവ ഇവ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സവാള, കൊച്ചുള്ളി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കറിവേപ്പില ഇവയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇതും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. ഞാൻ മസാല പ്രത്യേകമാണ് മൂപ്പിക്കുന്നത്, അപ്പോൾ ചിക്കൻ കറിക്ക് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇവയെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് ഈ വഴണ്ട ഉള്ളിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ആ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് അതിൻ്റെ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് കുറച്ച് ചൂടുവെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതവിടെ വേവുന്ന സമയത്ത് നമുക്ക് അതിനായിട്ടുള്ള മസാല തയ്യാറാക്കാം. ഏലക്ക, പട്ട, ഗ്രാമ്പു, തക്കോലം, കുറച്ച് പെരിഞ്ചീരകം ഇത്രയൊന്ന് മൂപ്പിച്ചെടുത്ത് അത് പൊടിച്ച് മാറ്റി നമുക്ക് ചിക്കൻ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറി നല്ല രീതിയിൽ വെന്ത് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഈ മസാലയും കറിവേപ്പിലയും ആഡ് ചെയ്ത് കുറച്ച് നേരം കൂടെ അതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. പിന്നെ ഞാനതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ചിക്കനിലും സവാള വഴറ്റിയപ്പോഴും ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ചിക്കൻ കറി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.